അമേരിക്ക ഇറാൻ ഇടക്കാല ധാരണാപത്രം 2 ദിവസത്തിനകം നാളെയോ മറ്റന്നാളോ കരാർ ഒപ്പുവയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആണവ വിഷയത്തിലുൾപ്പെടെ പിന്നീടായിരിക്കും കരാറിലെത്തുക. ഉറപ്പുകൾ പാലിച്ചാൽ ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധത്തിൽ ഇളവ് നൽകാൻ ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനെ ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് തടയുമെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും BK സുഹൈൽ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സുഹൈൽ, നമ്മൾ കരാറിനടുത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. പ്രതീക്ഷ ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇടക്കാല ധാരണാപത്രം എപ്പോൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ? ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധം അവസാനത്തിലേക്ക് പോവുകയാണോ എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ധാരണാപത്രം അത് ഒപ്പുവെക്കുന്നത് 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇതിനിടയിൽ നിൽക്കുന്ന പാക് മധ്യസ്ഥരും അക്കാര്യം സൂചിപ്പിക്കുന്നു. ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഇറാനിയൻ ടെലിവിഷനിൽ നടത്തിയ വാർത്താ സമ്മേളനം അഭിമുഖം, അതിലും സൂചന നൽകുന്നത് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു ഈ ധാരണാപത്രത്തിലേക്ക് എന്നുള്ളതാണ്. 2 സാധ്യതകളാണുള്ളത്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ ഒരു കരട് പ്രമേയത്തിലേക്കും അല്ലെങ്കിൽ ഒരു കരാറിലേക്കും എത്തുന്നു എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തവണയല്ല, നിരവധി തവണ അത്തരം പ്രഖ്യാപനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്താറുണ്ട്. ആ തരത്തിലുള്ള ഒരു വ്യാജ പ്രഖ്യാപനം മാത്രമാണോ എന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കണം. സാധാരണ രീതിയിൽ വീക്കെൻഡുകളിൽ, അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഞായറാഴ്ച എണ്ണ വില വർധനവിലടക്കമുള്ള കാര്യങ്ങൾ തടയുകയും പിന്നീട് തിങ്കളാഴ്ച മുതൽ ട്രംപ് സ്വരം മാറുകയും ചെയ്യുക എന്നുള്ളത് സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ്. ആ രൂപത്തിലുള്ളൊരു പ്രഖ്യാപനമാണോ ഇത്? അതല്ല, ഇനി യഥാർത്ഥത്തിൽ തന്നെ ഇത് സംഭവിക്കുമോ എന്നറിയാൻ നമുക്ക് ഇനിയും 2 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നിർണായകമായ പല വിവരങ്ങളും ഈ ധാരണാപത്രത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സുപ്രധാനമായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കും എന്നുള്ളതാണ്. അതിന് പകരമായി ഇറാനിലെ തുറമുഖങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധങ്ങൾ പിൻവലിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. എല്ലായിടത്തും എണ്ണവില വർദ്ധിക്കുന്നു, സാമ്പത്തികമായ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. അതിനൊരു പരിഹാരമാവുക എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ നിക്ഷേപങ്ങൾ പല ബാങ്കുകളിലുമുണ്ട്, പല ആസ്തികൾ ആയിട്ട് നിലനിൽക്കുന്നത്. അതിനെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് അതൊന്നും ഇറാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആസ്തികൾ വിട്ടു നൽകുന്ന കാര്യത്തിൽ നിർണായകമായ ഒരു തീരുമാനം ഈ ഒരു ധാരണാപത്രത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യമായി പറയുന്നത് ആണവ ചർച്ചകളുടെ കാര്യമാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടി തന്നെ ഇറാന്റെ ആണവ പദ്ധതികൾ നിർത്തിവെക്കുകയും ഇനിയുള്ള കാര്യങ്ങൾ അവിടെ ഇപ്പോൾ സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയം പൂർണ്ണമായും നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് ഇപ്പോഴും പൂർണ്ണമായ ഒരു ഉറപ്പ്, ഇപ്പോഴും ഒരു ധാരണയിലാകാത്തത്. കാരണം പൂർണ്ണമായും ഇത് നിർത്തിവെക്കണമെങ്കിൽ പലതരത്തിലുള്ള ഡിമാൻഡുകൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ അമേരിക്ക സന്നദ്ധമല്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് ഈ ഒരു ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞ് 60 ദിവസത്തിനകം ആണവ വിഷയത്തിലുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുക എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും ഇസ്രായേൽ ഈ ഒരു നിലപാടിനോട്, അമേരിക്കയുടെ ഈ ഒരു പിന്മാറ്റത്തോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്നത് ലെബനാനിൽ വലിയ ആക്രമണങ്ങൾ അമേരിക്ക വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴൊക്കെ ഒരു കരാറിലേക്ക് പോകുന്നു എന്ന സൂചനയുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം അതിനെ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ശ്രമിക്കാറുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതെയാക്കാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. ഏതായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ നാളത്തെ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഇതിന് പിന്നാലെ ഉണ്ടാവുകയാണെങ്കിൽ, അമേരിക്കയ്ക്ക് മുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ ട്രംപിന്റെ നിലപാട് എന്താകാനാണ് സാധ്യത? പ്രത്യേകിച്ച് ആഗോള സമ്മർദ്ദം വലിയ രീതിയിൽ ഇത്തരത്തിലൊരു ചർച്ചയിലും കരാറിലും എത്തുന്നതിൽ ഇതിന് പിന്നിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഏത് നിലപാട് സ്വീകരിക്കാനായിരിക്കും സാധ്യത? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള റിഫ്റ്റിലേക്ക്, ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ നടന്ന സംഭാഷണം, അതിന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വളരെ രൂക്ഷമായാണ് നെതന്യാഹുവിനോട് ട്രംപ് പ്രതികരിച്ചത് എന്ന്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും അമേരിക്കയിലെ സയൻസ് ലോബി എന്ന് പറയുന്നത് അത്രയും പ്രധാനമാണ്. എത്രയേറെ തർക്കങ്ങളുണ്ട് എങ്കിലും സയൻസ് താല്പര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയ്ക്ക് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നെതന്യാഹുവിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സാധിക്കില്ല. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുദ്ധത്തിലെ വെടിനിർത്തലിനെ അത് ലബനാനുമായി ബന്ധിപ്പിക്കരുത് എന്ന നിലപാടിലേക്ക് നെതന്യാഹു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഖ്യകക്ഷികളുമായുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കരാറിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഭാഗമാകണമെന്ന് അവർ നിർബന്ധം പിടിക്കുകയാണ്. ഈ കാര്യമാണ് ആണവ വിഷയങ്ങളും അതേപോലെ തന്നെ ലബനാൻ വിഷയവുമാണ് ഇത്രയും കാലമായി ഈ ഒരു ധാരണാപത്ര MOU സൈൻ ചെയ്യുന്നതിൽ
ഒപ്പുവെക്കുന്നതിൽ പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലബനാനിൽ ആക്രമണം നടത്തി ഈ കാര്യത്തെ സജീവമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദം നെതന്യാഹുവിന് മുകളിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയിൽ മിഡ് ടൈം ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. ഈ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി, അത് ഭാഗമായി അമേരിക്കയിലുണ്ടായ വലിയ വിലക്കയറ്റമാണ്. പെട്രോളിന് മാത്രമല്ല എല്ലാ സാധനങ്ങൾക്കും, നിത്യോപയോഗ സാധനങ്ങൾക്കും അമേരിക്കയിൽ വില വർദ്ധിച്ചിരിക്കുന്നു. അത് അമേരിക്കക്കാർക്കിടയിൽ ഉണ്ടാക്കിയ വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ ഇസ്രായേലിനു വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യുന്നു എന്ന വലിയൊരു പ്രതീതി, ഇതെല്ലാം തന്നെ അമേരിക്കയിലെ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രായേലിൻ്റെ ഈ ഒരു സമ്മർദ്ദങ്ങൾ മറികടന്നുകൊണ്ട് ഈ ഒരു ധാരണാപത്രത്തിൽ അമേരിക്ക ഒപ്പുവെക്കുമോ? അതല്ല, സാധാരണ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഉണ്ടായതുപോലെ തന്നെ വെറുമൊരു തെറ്റിദ്ധരിപ്പിക്കൽ, എണ്ണവില പിടിച്ചു നിർത്താനുള്ള ചില തന്ത്രങ്ങൾ, അതുമാത്രമായി ഈ ഒരു പ്രഖ്യാപനം, ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം മാറുമോ എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. ശരി സുഹേൽ, ഏതായാലും അമേരിക്ക ഇറാൻ ഇടക്കാല ധാരണാപത്രം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നാളെയോ മറ്റന്നാളോ കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇനി ഇസ്രായേലിന്റെ നിലപാട് നിർണായകമാണ്. എന്തായിരിക്കും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്, അവരുടെ നീക്കം എന്താണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി കെ സുഹേലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.